തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും KSRTC മന്ത്രിയുമായിട്ടുള്ള ഈ ബലപരീക്ഷണം അത് ഇനിയും തുടരും അല്ലേ? അതെ, അത് മേയറുടെ അതിശക്തമായ ഇടപെടലാണ്. മേയർ അദ്ദേഹം നിയമവും കാര്യവും നോക്കി ചെയ്യുന്നതാണ്. കാരണം മേയർ ഈ വണ്ടി 183 185 എത്ര ഇലക്ട്രോണിക്സ് വണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര നഗരവികസന മന്ത്രാലയം തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചുമ്മാ കൊടുത്തതല്ല, അഗ്രിമെൻറ്റുകളുണ്ട്. അതിൽ ഇത് ഓടിക്കുന്ന വ്യവസ്ഥ എങ്ങനെ, ഇതിൻ്റെ ഫണ്ട് റൈസിങ് എങ്ങനെ, ഇതിൽ വരുന്ന കളക്ഷൻ്റെ മൂലധനം എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു 100 രൂപ പത്രത്തിൽ ഓണറബിൾ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബോണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന ഇന്ന നിബന്ധനകൾ പാലിക്കാമെന്ന്. ആ ഒരു നിബന്ധനയെ ആരാധ്യനായ തിരുവനന്തപുരം നഗരപിതാവ് രാജേഷ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ നിബന്ധനകൾ അനുസരിച്ചാണോ വണ്ടി ഓടിക്കുന്നത്? അതിൽ ഒന്നാമത്തെ നിബന്ധനയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പിടിവാശി എന്ന് പറയുന്നത് അതാണ്. അദ്ദേഹം പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്നാണ് അദ്ദേഹം എപ്പോഴുള്ളത്. ഇതിനു മുമ്പേ ആൻ്റണി രാജു മന്ത്രിയായിരുന്നു, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പുള്ളി ഒരു വിവാദ നായകനാണ്, എപ്പോഴും വിവാദങ്ങളിൽ വന്ന് വാർത്താമാധ്യമങ്ങളിൽ നിൽക്കണം. ഇപ്പം തന്നെ കണ്ടില്ല, 2ാമത്തെ ഡബിൾ ടക്കർ ബസ് വന്നു. അത് ആഡംബരമായിട്ടുള്ള നല്ല കാര്യമാണ്, ടൂറിസത്തിന് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറും, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുമാണ്. പക്ഷെ ചില കർക്കശ നിലപാടുകൾ ശ്രീ ഗണേഷ് കുമാറിനുണ്ട്. അതാണ് രാജേഷ് ചോദിച്ചത്, നിങ്ങളുടെ ഈ ഏത് മാനദണ്ഡം അനുസരിച്ച് തിരുവനന്തപുരം സിറ്റി നഗരപ്രദേശത്ത് ഓട്ടിക്കുവാൻ വന്ന ചെറിയ ബസ് കൊല്ലത്തും പത്തനാപുരത്തും ബാക്കി സ്റ്റാൻഡിലും ഒക്കെ ഓട്ടിക്കുന്നു? അത് ഹാസ്യരൂപത്തിൽ തന്നെ പറയുന്നു. എന്തോ ഇടുക്കിയിലെ ഏതോ ഒരു ഹിൽ പ്രദേശം ഉണ്ടല്ലോ, ആ പ്രദേശത്ത് ഓടിക്കുന്നു എന്നും പറഞ്ഞ ആക്ഷേപ രൂപത്തിലൊക്കെ മിനിസ്റ്റർ പറയുന്നു. മേയറും വിടുന്നില്ല. മേയർ കൊടുത്ത അഗ്രിമെൻറ്റിൻ്റെ കോപ്പി അനുസരിച്ച് അത് ബാറ്ററി ഏകദേശം തീരാറായി. ഇനി 1 വർഷമായിട്ട് ഓടേണ്ട ആ ഹീലിയം ബാറ്ററിയാണ് ഇലക്ട്രിക് ബസ്സിന്. ആ സമയത്ത് എന്താ പുള്ളി പറയണത്, കേന്ദ്രം തന്ന ബസ് നഗരത്തിൻ്റെ ആണ് എങ്കിൽ സ്മാർട്ട് സിറ്റി ആണെങ്കിൽ രാജേഷ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിരിക്കും. അപ്പോൾ എന്തൊരു ധിക്കാരപരമായിട്ടുള്ള സംസാരങ്ങൾ ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ. അത് പാടില്ല. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കേന്ദ്രം കേരളത്തോടും കേരളം കേന്ദ്രത്തോടും അഡ്ജസ്റ്റ്മെൻറ്റ് നിന്നാലേ ഭരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. കേരളം സ്വയം പര്യാപ്തമായൊരു സ്റ്റേറ്റല്ല, എന്തിനും സാമ്പത്തികത്തിന് കേന്ദ്രത്തെ ആശ്രയിച്ച് കഴിയുന്നൊരു സംസ്ഥാനമാണ്. ഇവിടെ ഫാക്ടറികളില്ല, വ്യവസായശാലകളില്ല. അത് ഈ ബസ് എടുത്തുകൊണ്ട് പോവുക. തിരുവനന്തപുരം കോർപ്പറേഷൻ പുതിയ മേയർക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ബസ് അങ്ങോട്ട് കൊണ്ടുപോകാം, നമുക്കത് വാങ്ങിക്കേണ്ട കപ്പാസിറ്റി ഉണ്ട്, ഇതുപോലത്തെ ബസ് പുതിയത് നിലത്തിലിറക്കുമെന്ന് മിനിസ്റ്റർ പറയും. അതല്ലല്ലോ മുൻ മേയറുടെ കാലത്തും ഇത് പാസ്സായി കിടക്കുകയല്ലായിരുന്നു ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വ്യവസ്ഥ വരുന്നത്, ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് വരുന്ന കളക്ഷൻ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. ഇവിടെ എന്ത് വികസനമാണ്? ജനങ്ങൾക്ക് കുടിവെള്ളമില്ല. ഇത് ഓടി ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും ചെയ്യും. തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റും സ്മാർട്ട് സിറ്റി പദ്ധതി അനുസരിച്ച് പൈസ എടുക്കാം. ഈ പൈസ മൊത്തത്തിൽ KSRTCയിലിട്ട് ഓടിക്കുകയാണ്. ലൈൻ ബസ് ഓടുന്ന പോലെയും സൂപ്പർ ഫാസ്റ്റ് ഓടുന്ന പോലെയും ഇതെല്ലാം കളക്ഷൻ ഒത്താ വരുന്നത്. ഇതിൻ്റെ കളക്ഷൻ മാത്രം സെപ്പറേറ്റ് വന്ന് നോക്കണമെന്നും പറയുന്നുണ്ട്. അതിന് മിനിസ്റ്ററുടെ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാകുന്നില്ല. ഇപ്പോൾ പറയുന്നത് ഓടിക്കഴിഞ്ഞ് ഏകദേശം 3.5-4 വർഷം ബസ് ഓടി മാക്സിമം കണ്ടമായി നിങ്ങൾ എടുത്തുകൊണ്ടൊന്ന് എന്തെങ്കിലും ചെയ്യാനും. ഇതെവിടുത്തെ ന്യായമാണ്? ആ ന്യായത്തെയാണ് ബഹുമാനപ്പെട്ട മേയർ ചോദ്യം ചെയ്തത്. ഇത് തെറ്റാണ്, നിട്ടൂരമായ വർത്തമാനങ്ങളാണ്, ധിക്കാരപരമായ വർത്തമാനങ്ങളാണ്. അത് ഭൂഷണം ജനത്തെ. എന്നിട്ട് പ്രത്യേകിച്ച് മിനിസ്റ്ററും ഇടതുപക്ഷക്കാരും ചെയ്യുന്നത് ട്വിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ജനങ്ങളുടെ കണ്ട നെയ്യാറ്റിങ്കര വന്ന വണ്ടി തിരുവനന്തപുരം മേയർ നിർത്താൻ പറഞ്ഞിരിക്കുന്നു, നെടുമങ്ങാട് പോകുന്ന വണ്ടിയെ നിർത്താൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി അസംബ്ലിയിൽ വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യം. അദ്ദേഹം ഉദ്ദേശിച്ചത് ഓടിക്കോട്ടെ, തിരുവനന്തപുരം നഗരത്തിനകത്ത് ഇട റൂട്ടുകൾ, ഉദാഹരണം ആറ്റുകാൽ റൂട്ട്, കരിക്കകം റൂട്ട്, ഭീമാവള്ളി, വെട്ടുകാട്, മണ്ണന്തല, പ്രാവുച്ചമ്പലം, ബാലരാമപുരം, ആക്കുളം വഴി നമ്മുടെ കഴക്കൂട്ടം, ഇത്തരത്തിലുള്ള ചെറിയ ഇട റൂട്ടുകളിൽ അതാണ് ഇടത്തരം ചെറിയ ബസ്, 32 സീറ്റിന് താഴെയുള്ളൂ. ഇത്തരം ഓടിക്കേണ്ട ബസ് ഈ സ്ഥലങ്ങളിൽ ഡിവൈഡ് ചെയ്ത് DTO ഡിസ്ട്രിക്ട് റൂട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യണ ഓഫീസിൽ കൊടുത്തതിന് ബാക്കി ഓടിക്കോ മറ്റ് സ്ഥലത്ത്. ബാക്കിയാണല്ലോ ലോക്കൽ ബസ്സും
ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പറും മിന്നലും എക്സ്പ്രസ്സും ഒക്കെ ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി സർവീസ് ഉണ്ട്. സിറ്റി സർവീസ് കൊണ്ട് വേണാട് എന്ന് പറയുന്ന സർവീസ് നെടുമങ്ങാടും നെയ്യാറ്റിൻകരയും കിളിമാനൂരും ഒക്കെ സർവീസ് നടത്തിക്കൂടാ. അപ്പോൾ ഇതിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ യാത്രാക്ലേശം പരിഹരിച്ചിട്ട് ബാക്കി പുറത്തോടിയാൽ മടിയെന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു ടെസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല മിനിസ്റ്റർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, ഇടതുപക്ഷക്കാർക്ക്. അങ്ങനെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിച്ച് തിരുവനന്തപുരത്ത് പൊത്തനച്ചി പുരപ്പുറം തൂക്കും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെയാണ് മിനിസ്റ്ററുടെ. പൊത്തനച്ചി പുരപ്പുറം തൂക്കും. അദ്ദേഹത്തിന് ഭരണ നൈപുണ്യമുണ്ട്, നല്ല ഭരണകർത്താവിൻ്റെ കുടുംബമാണ് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ, എല്ലാം സമ്മതിക്കുന്നു. പക്ഷെ പുതിയതായിട്ട് ഭരണത്തിൽ വരുന്ന ആൾക്കാരെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ മിനിസ്റ്ററോട് മിനിസ്റ്റർ സെക്രട്ടറിക്ക് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് നോക്കുന്ന KSRTC സെക്രട്ടറിമാരുണ്ടല്ലോ, ശരി മേയർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ പരിശോധിക്കാം, അല്ലെങ്കിൽ ഇത്രാം തീയതി നമുക്ക് മിനിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം, അതിൽ നമുക്ക് സംസാരിച്ച് ചർച്ച ചെയ്യാം. അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കണതാണോ ജനാധിപത്യം, ജനങ്ങളുടെ കാര്യങ്ങൾ? അപ്പോൾ ഇത്തരത്തിൽ BJPയുടെ ഒരു നഗരസഭ അധികാരത്തിൽ വന്നപ്പം എല്ലാ പുരോഗമനമെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന, പുരോഗമനവാദികളൊന്നും അല്ല അവർ, അവകാശപ്പെട്ട് നടക്കുന്നവർ ഹാലിളകി നടക്കുകയാണ്. എങ്ങനെയും BJP വന്നാൽ ഉത്തരേന്ത്യൻ മോഡൽ, അതിനകത്ത് പല ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയയിൽ വരണതാണ്. ഉത്തരേന്ത്യ പോലെ ഇവിടെയാകും. ഉത്തരേന്ത്യയിൽ ചേട്ടാ എവിടെയാണ് കുഴപ്പം? നമ്മൾ വാരണാസി ഇവർ പറയുന്നു. വാരണാസിയിൽ ഒരു കാലഘട്ടത്ത് ആ നദിയിൽ കൂടി പ്രേതങ്ങൾ ഒഴുകി നടക്കുമായിരുന്നു. ഇന്ന് ഏറ്റവും അടിയിൽ പോകുന്ന മീനിനെ അവരെ കാണാം, ക്ലീൻ ചെയ്തു. ആരാധ്യനായ മോഡി കോടിക്കണക്കിന് രൂപ അവിടെ പ്രോജക്റ്റ് കൊടുത്ത് അവിടെ നല്ല രീതിയിൽ ഓരോ തെരുവിൽ പോകാൻ നോക്കുമോ, മൂക്കുപത്തി നടക്കാൻ നോക്കുമോ? ഇന്നത്തെ വാരണാസി ചെന്ന് നോക്കണം, ഏത് ഫോറിൻസ് രാജ്യത്തിൻ്റെ ആൾ വന്നാലും വളരെ പ്രൗഡ് ഓഫ് ഇന്ത്യ ഇല്ലേ? അതുപോലെ തിരുവനന്തപുരം നഗരത്തിന് കേന്ദ്രത്തിൽ നിന്ന് മാക്സിമം ഫണ്ടുകൾ മേടിച്ച് നമ്മുടെ നഗരത്തെ ശോഭനമാക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ആ പാർവതി പുത്തനാരെന്ന് പറഞ്ഞ കരിക്കകം വഴിയുള്ള ആ ചെറിയ പുത്തനാറ് ചെന്ന് നോക്കുക, വീട്ടിലെ മാലിന്യങ്ങൾ, മലവിസർജനീയങ്ങൾ ഓട പോലെ ഒഴുക്കി വിടുന്നു. പണ്ട് രാജഭരണ കാലഘട്ടത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വഴി തങ്കശ്ശേരി വഴി ആലപ്പുഴയ്ക്ക് പോകേണ്ട യാത്ര ചെയ്ത നമ്മളെ പൂർവികരും പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളെടുത്ത് വായിക്കുകയാണെങ്കിൽ പടങ്ങളുണ്ട്. ബോട്ട് സർവീസ് ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ, ചരക്ക് നീക്കത്തിന്. ഇന്നോ വളരെ ഗതികെട്ട് പെപ്സി കുപ്പികളും പ്ലാസ്റ്റിക്കുകളും വീട് മാലിന്യങ്ങളും. നമ്മുടെ ശംഖുമുഖത്തൊക്കെ സന്ധ്യ സമയത്ത് ചെന്ന് നിൽക്കുകയാണ് എങ്കിൽ ആ കടലിൽ വന്നടിയുന്നത് കട്ടിൽ, മത്ത, ചട്ടി, പാത്രം, വേസ്റ്റുകളെല്ലാം കടലമ്മ എങ്ങനെ സഹിക്കും? തിര കൊണ്ട് കരയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു ബീച്ച് അല്ല, അപ്പം ഈ തിരുവനന്തപുരം നഗരത്തെ അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തെ മോശമാണ്. BJPയിൽ വന്നാൽ അവരുടെ ലക്ഷ്യം ഹിന്ദു താല്പര്യങ്ങളും വർഗീയതയും ബഹളങ്ങളുമാണ് എന്ന് വരുത്തി തീർക്കുക ജനങ്ങളുടെ ഇടയിൽ. അവരൊക്കെ കെൽപ്പില്ല, അവരുടെ താല്പര്യങ്ങൾ ഇതാണ് എന്ന് ജനങ്ങളുടെ ഇടയിൽ. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് വന്നു, ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ശിവലിംഗത്തിൻ്റെ പോസ്റ്റ് വന്നു, ഇവിടുത്തെ ഹിന്ദു ബഹളം വയ്ക്കും, സംഘർഷം ഉണ്ടാക്കുമെന്നൊക്കെ ആയിരുന്നു അവരുടെ ചിന്ത. അതൊക്കെ അസ്ഥാനത്തായിപ്പോയി. കാരണം അവർ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശ്രീരാമസേന എന്ന് പറഞ്ഞ മംഗലാപുരത്തും ബാംഗ്ലൂർ അടികൾ നടത്തുമ്പോൾ, ശ്രീരാമസേന സംഘമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്വതന്ത്ര സംഘടനയാണ് അവരുടെ. നമുക്കതിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അത് RSSൻ്റെ തലയിൽ. എവിടെയെങ്കിലും ഉത്തരേന്ത്യയിൽ ഒരു പട്ടി ചത്താലും അതും പറയും RSS ആരാണ്. ഇപ്പം ബാംഗ്ലൂർ ഒരു പത്രപ്രവർത്തകൻ ലങ്കേഷ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ കൊന്നു. അതിപ്പോൾ പറയുന്നത് ഇവിടുത്തെ ഏത് യോഗത്തിലും അവർക്ക് പറയാൻ വിഷയങ്ങളൊന്നുമില്ല. നഗരസഭ നഷ്ടമായി, എല്ലാം നഷ്ടമായി, അത് BJPക്കാരാണ് കൊന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തെ ജനങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭീതി കാണിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഭരണകർത്താക്കൾക്കുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ കിട്ടിയതുകൊണ്ട് അതിനെ മോശമാക്കുവാൻ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഗണേഷ് കുമാറും പാർട്ടിയും സർക്കാരിൻ്റെ കൂടെ നിന്ന് ആണ് ഈ വിഴുപ്പലക്കൽ രാഷ്ട്രീയം നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.